അയ്യോ, ഇത് പുതിയ പൂട്ടാണല്ലോ. ഇത് ആരെ മാറ്റിയത്? ആ കുട്ടിപ്പാറുവിനെ വിളിക്കേ. കുട്ടിപ്പാറോ, കുട്ടിപ്പാറോ! ബഹളം വെക്കണ്ട. ഓ, വരുന്നു. രാത്രി കിടന്ന് കൂവണ്ട. വാതിൽ തുറക്ക്. ആരാ ഈ പൂട്ട് മാറ്റിയിട്ടിരിക്കുന്നത്? അതാ ഗീതക്കുഞ്ഞ് പറഞ്ഞിട്ടാ. അവള് പറഞ്ഞ ഉടനെ നിങ്ങൾ പൂട്ട് മാറ്റുവോ? അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശിനൊന്നും വിലയില്ലേ? ഓഹോ, അവളെ അമേരിക്ക കൊണ്ടുവന്ന് പറഞ്ഞു വേണം. എന്റെ മെക്കിട്ട് കയറണ്ട. പുതിയ ചെയർമാന്റെ പുതിയ റൂളുകളാ. നിങ്ങളുടെ പേരിൽ കുറേയധികം കംപ്ലൈന്റ്സും ഉണ്ട്. 1-ാം പ്രതി ജോസൂട്ടിയും 2-ാം പ്രതി രാധികക്കുഞ്ഞുമാ. 8 മണിക്ക് ഗേറ്റ് പൂട്ടിയ ആരെ അകത്ത് വിടണ്ടെന്ന പുതിയ ഓർഡർ. പിന്നെ അവളുടെ ഓർഡർ അയച്ചെന്നെ കിടക്കട്ടെ. നമുക്കേ ഗേറ്റിന് പുറത്ത് കിടന്ന് ഉറങ്ങാം. ഞാൻ വേണേ വാതിൽ തുറക്കാം. വേണ്ട. നമ്മുടെ ഇന്ത്യൻ കാശിനേക്കാൾ അവളുടെ ഡോളറിനാണല്ലോ ഇപ്പൊ കൂടുതൽ വില. റോഡിലൊന്നും ആരും കിടക്കണ്ട. വാ, എന്റെ വീട്ടിലേക്ക് പോവാം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് കാലത്ത് തീരുമാനിക്കാം. കമോൺ. ഓക്കേ. മനസ്സി രാധിക, കാർ അങ്ങോട്ട് മാറ്റിട്ടോ. ഞങ്ങൾ ഇപ്പൊ വരാം. ഓക്കെ. ഫസ്റ്റ് ഒരു പ്രാക്ടിക്കലാ. എന്റെ പേസ്റ്റ് തീർന്നു. എന്റെ കയ്യിലുണ്ടോ? നീ എന്താടി ഇങ്ങനെ വിളിച്ചു നോക്കും? ആരുമല്ല, അവൾ തന്നെ. ആ ജോസഫേ, മറ്റാരും ചെയ്യില്ല ഇങ്ങനെ ഒരു തോന്നി വസ്തു. എന്താ വാതിൽ വിളിച്ചിട്ട് കാര്യമില്ല. അതിനുള്ളിൽ ആരുമില്ല. ഗീത കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? മാഡം, ഇന്നലെ പാതിരയ്ക്ക് ജോസൂട്ടിയും കുട്ടനും വന്നത്. ഞാനാരെ അകത്ത് കയറ്റിയില്ല. 8 മണിക്ക് ശേഷം ഗേറ്റ് തുറക്കാൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടാ എല്ലാരും കൂടെ തിരിച്ചു പോയത്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അവളെ ഇങ്ങനെയുള്ള തോന്നിയാസം ചെയ്യൂ. ഇന്ന് മുടി വെട്ടാൻ തയ്യാറായവള് നാളെ തല വെട്ടിന്ന് വരും. കുട്ടി, എന്റെ കൂടെ വരൂ. ഒരു കംപ്ലൈന്റ് എഴുതരൂ. കം. കുട്ടി ഇരിക്കും. ആരെങ്കിലും കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു. നല്ല തിളക്കമായിരുന്നു. എന്റെ ചുവടുകൾക്കൊത്ത് ആടി ഉലയുമായിരുന്നു. ആർത്ത് ചിരിക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ഓമനിച്ചിരുന്നു, എന്റേത് മാത്രമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന ഒന്നാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാരായ ആരെയും ഞാൻ വെറുതെ വിടില്ല. കുട്ടി കംപ്ലൈന്റ് എഴുതും. വേറൊരു പേന കൊടുക്കും മാഡം. കച്ചാമുച്ചാന്ന് വെട്ടിയതും പറപ്പിച്ച് കയ്യിലൊരു കത്രികയും പിടിച്ച് കണ്ണൊക്കെ ചോപ്പിച്ചോണ്ടുള്ളൊരു വരവായിരുന്നു. ഞാനൊന്ന് വരണ്ടു. അവള് കരഞ്ഞോ? കയ്യിന്നൊരു വിരല് പറിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഒരു തുള്ളി കണ്ണീര് വരാത്ത ജാതി. അവള് കിടന്ന് കാറും പൂവും ഒക്കെ ചെയ്തു പോലും അവള് കരഞ്ഞാലേ കണ്ണിന്ന് കണ്ണീര് വരില്ല, ചോരേ വരുള്ളൂ. അപ്പോഴെങ്ങാൻ ജോസൂട്ടി അവളുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ കാര്യം പോക്കായന മോളെ. അതിന് അവളെന്തിന് ജോസൂട്ടിയുടെ മെക്കിട്ട് കയറുന്നേ? എനിക്കറിഞ്ഞൂടാ. അയ്യടി മോളെ, നീയും ജോസൂട്ടിയും കൂടെ മതിൽ ചാടി കയറിയിട്ട് അവള് മാത്രം തിരിച്ചു വന്നപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഉറപ്പായിരുന്നു എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അത് ശരി.
അതാ അന്ന് അവള് തലവേദന എന്നും പറഞ്ഞ് കോളേജിൽ വരാതെ വീട്ടിൽ തന്നെ കിടന്നത്. നീ നിന്നെ തന്നെ കമ്മിയോ നിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തേക്ക്. എന്റെ മുടി വെട്ടിയതിന് കൂലി. ഞാൻ ആരെക്കൊണ്ടും ചക്കാത്തിലൊന്നും ചെയ്യിക്കാറില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്.